Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണോ ബോട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ബിറ്റ് കോയിനിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആർക്കും തന്നെ ഇതാണ് ടോപ്പ് എന്നോ അല്ലെങ്കിൽ ഇതാണ് ബോട്ടം എന്നോ പറയാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ഇനി മുകളിലേക്ക് പോകില്ല എന്നോ അല്ലെങ്കിൽ ഇനി പ്രൈസ് താഴേക്ക് വരില്ല എന്നോ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ആക്ഷൻ നോക്കിക്കൊണ്ട് പ്രൈസ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്, പ്രൈസിന് എവിടെയാണ് നല്ല രീതിയിലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് ബിറ്റ് കോയിൻ പാസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലായിരുന്നു കുറച്ച് നാളുകൾ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മുൻപ് ബിറ്റ് കോയിൻ ഒരു പ്രൈസ് ആക്ഷൻ ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ്, അതായത് ഇപ്പോൾ നമ്മൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് ഓരോ തവണ താഴേക്ക് വരും തോറും, ഞാനിവിടെ ഇട്ടിട്ടുള്ളത് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ പ്രൈസ് ഓരോ തവണ താഴേക്ക് വരും തോറും, അതായത് ഓരോ തവണ ക്രാഷ് സംഭവിക്കുമ്പോഴും ഇവിടെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം തന്നെ 2014 ആ ഒരു ക്രാഷ് എടുക്കാം. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ 2014 ഇവിടെ ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ പ്രൈസ് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൽ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഈ രീതിയിൽ പ്രൈസ് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയതിന് ശേഷം പ്രൈസ് നൈസ് ആയിട്ടൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് പ്രൈസോടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് കാഴ്ചവെച്ചതിന് ശേഷം, അതായത് ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തി ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മന്ത്ലി ടൈം ഫ്രെയിം ആണ്. അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഈ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും ഒക്കെ കുറച്ച് അധികം നാളത്തേക്കുള്ളൊരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശേഷമാണ് പ്രൈസ് ഈ രീതിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതിന് ശേഷമാണ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റോടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനുശേഷം 2018 ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ക്രാഷ് അവിടെ സംഭവിക്കുകയാണ്. 2018 വീണ്ടും ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പ്രൈസ് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയപ്പോൾ, ഈ ഒരു സ്റ്റോക്കാസ്റ്റിക്കിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയപ്പോഴും പ്രൈസ് ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ ചെറുതായിട്ടൊരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെയും കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് പ്രൈസ് ഒന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് പ്രൈസ് ഇവിടെയും കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് വീണ്ടും ആ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്തപ്പോൾ പ്രൈസ് വീണ്ടും പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് 2021 ആ ഒരു ഓൾ ടൈം ഹൈ. ഓക്കെ, അതിനുശേഷം പ്രൈസ് വീണ്ടും ഒരു ചെറിയൊരു ക്രാഷ് സംഭവിച്ചു. ആൻഡ് ഇപ്പോൾ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ മുൻകാലങ്ങളൊക്കെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം പ്രൈസ് അവിടെ ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ എത്തിയിട്ടുണ്ട്. സോ പ്രൈസ് ഇവിടെയും ചെറിയ രീതിയിലുള്ള ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിന് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓരോ തവണ ക്രാഷ് സംഭവിക്കുമ്പോഴും സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓരോ തവണ ക്രാഷ് സംഭവിക്കുമ്പോഴും പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തതിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് ഏത് രീതിയിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക എന്ന് പറയാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കിതാ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ രീതിയിൽ പ്രൈസ് ഈ രീതിയിൽ ഇവിടെ ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തതിന് ശേഷം പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ
നമുക്ക് ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മിക്കവാറും പ്രൈസിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇവിടെ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിലെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു സാധ്യത നമുക്ക് ബിറ്റ് കോയിനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ, ഒരു റൈസിങ് പാരലൽ ചാനൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്താണ് പ്രൈസ് കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻസ് നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാറ്റേണിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനലിലേക്ക്, ഒരു റൈസിങ് പാരലൽ ചാനലിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ളൊരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രൈസ് എവിടം വരെ, അതായത് ഈ ഒരു പാരലൽ ചാനലിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് എവിടെ വരെ പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു 23K എന്ന് പറയുന്ന ആ ഒരു ഏരിയ വരെ പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ട്രെൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൈസ് ഈ രീതിയിലൊരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പ്രൈസ് കാഴ്ചവെക്കാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അതിന് ശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുക. ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോവുക. ഓക്കെ, ഇനി പ്രൈസിന് താഴേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അപ്പോഴും നിങ്ങളോട് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇല്ല എന്നുള്ള മറുപടി ഞാൻ തരുന്നത്. ഓക്കെ, അതായത് കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും പോവുകയാണ്. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് തിരിച്ചൊരു ബ്രേക്ക് ഔട്ട്, മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ബിറ്റ് കോയിനിൽ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ചാർട്ടും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം അതാണ്. അതായത് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നും സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുകളിലേക്കുള്ളൊരു ട്രെൻഡ്, നമുക്ക് ഒരു അപ് ട്രെൻഡ് നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ലോങ് ടൈമിലേക്ക് നമുക്ക് നമ്മുടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസോട്ടൊന്നും എടുക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും റിസർച്ചൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.